ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അഗെയിൻ. നമ്മൾ ഈ എപ്പിസോഡിൽ 6.6 എക്സ്റ്റേണലി പ്രൊവൈഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ക്ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ എക്സ്റ്റേണൽ പ്രൊവൈഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള പ്രൊഡക്ട്സും സർവീസസും വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കാലിബ്രേഷൻ വർക്ക് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് വർക്ക് പ്രോപ്പറായി നടക്കാൻ, നമ്മുടെ റിസൾട്ട് ശരിയാവാൻ, നമ്മുടെ വാല്യൂസ്, നമ്മുടെ മെഷർമെൻറ്റ് ശരിയാവണമെങ്കിലും നമുക്ക് ട്രെയിനിങ് തരാൻ, നമുക്ക് അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് തരാൻ, നമുക്ക് ചിലപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ സർവീസ് തരാൻ, ഇതിനെല്ലാം നമുക്ക് പല എക്സ്റ്റേണൽ സപ്ലയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. അവരുടെ പ്രൊഡക്റ്റും അവരുടെ സർവീസും എല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനാണ് സ്പെഷ്യലായിട്ട് ഈ ക്ലോസ്, ഇതൊരു റിസോഴ്സ് റിക്വയർമെൻ്റ് ആയിട്ട് ഈ ക്ലോസ് വെച്ചിരിക്കുന്ന 6.6 എക്സ്റ്റേണലി പ്രൊവൈഡഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. 6.6.1 The laboratory shall ensure that only suitable externally provided product and services that affect laboratory activities are used. When such products and services A are intended for incorporation into the laboratory's own activities, B are provided in part or in full directly to the customer by the laboratory as received from the external provider, C are used to support the operation of the laboratory. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് എക്സ്റ്റേണലി പ്രൊവൈഡഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അവൈൽ ചെയ്യേണ്ട കാര്യം വരുന്നത്. നമ്മളൊന്ന് എൻഷുർ ചെയ്യേണ്ടത് ദ ലബോറട്ടറി ഷാൾ എൻഷുർ ദാറ്റ് ഓൺലി സ്യൂട്ടബിൾ സപ്ലയേഴ്സ് എക്സ്റ്റേണലി പ്രൊവൈഡഡ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് ആർ അക്സെപ്റ്റഡ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു അപ്രൂവ്ഡ് വെൻഡർ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി മാനേജർ ഒരു അപ്രൂവ്ഡ് വെൻഡർ ലിസ്റ്റ് ഉണ്ടാക്കും. കാരണം അവരുടെ സർവീസും അവരുടെ പ്രൊഡക്റ്റും എല്ലാം ഓക്കെയാണ്. വി ക്യാൻ ബൈ ഫ്രം ദം. നമുക്ക് അത് അവരുടെ സർവീസ് എടുക്കാം. അവരുടെ ലബോറട്ടറി ആണെങ്കിൽ NABL അക്രഡിറ്റഡ് അല്ലെങ്കിൽ 7002 അക്രഡിറ്റഡ് ആണ്. അവർ തരുന്ന കെമിക്കൽസ് എല്ലാം നല്ല പ്യൂരിറ്റി ഉള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ക്വാളിറ്റി മാനേജർക്ക് അറിയാം. അപ്പോൾ ക്വാളിറ്റി മാനേജർ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടൊരു അപ്രൂവ്ഡ് വെൻഡർ ലിസ്റ്റ്, അപ്രൂവ്ഡ് സപ്ലയർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊരു മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഓഡിറ്റർ വരുന്ന സമയത്ത് അത് ചോദിക്കും, വെർ ഈസ് യുവർ, ഹു ആർ യുവർ സപ്ലയേഴ്സ്, വെർ ഈസ് അപ്രൂവ്ഡ് വെൻഡർ ലിസ്റ്റ് എന്നെല്ലാം ചോദിക്കും. ഓക്കെ, നമ്മൾ എന്താണ് നമുക്ക് വെളിയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നത് എപ്പോഴാണ്? എ ആർ ഇൻറ്റൻഡഡ് ഫോർ ഇൻകോർപ്പറേഷൻ ഇൻ ടു ദ ലബോറട്ടറീസ് ഓൺ ആക്ടിവിറ്റീസ്. നമ്മുടെ സ്വന്തം ആക്ടിവിറ്റീസ്, നമ്മുടെ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മുടെ മാസ്റ്റർ ടെസ്റ്റേഴ്സ് കാലിബ്രേഷൻ ചെയ്യാനോ, നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് സപ്ലൈ ചെയ്യാനോ, നമുക്ക് കെമിക്കൽ സപ്ലൈ ചെയ്യാനോ ഒക്കെ ആയിരിക്കും. അതൊരു റീസൺ. രണ്ടാമത്തത് ആർ പ്രൊവൈഡഡ് ഇൻ പാർട്ട് ഓർ ഇൻ ഫുൾ ഡയറക്റ്റ്ലി ടു ദി കസ്റ്റമർ. കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ ഒരു സബ് കോൺട്രാക്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഒരു 10 ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് അക്രഡിറ്റേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് ഫാൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അവരോട് പറയും, ഞങ്ങൾക്കൊരു 8 ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 2 we will subcontract that, we will take the help of another laboratory എന്ന് നമ്മൾ പറയും. അതിന് കസ്റ്റമറുടെ പെർമിഷനും വേണം. കസ്റ്റമർ എഗ്രി ചെയ്താൽ മാത്രമേ അത് നമ്മുടെ SRF ടൈമിൽ, റിവ്യൂ റിക്വസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോൺട്രാക്ട്സ് ടൈമിൽ നമ്മളത് ക്ലിയർ ആക്കും വേണം കസ്റ്റമർ. നമ്മൾ ചില ജോലി ഞങ്ങൾ ചെയ്യുന്നില്ല, ചില കാലിബ്രേഷനോ ടെസ്റ്റോ ഞങ്ങൾ വേറെ ലാബ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് എന്ന് അവരോട് പറയണം. അവർ എഗ്രി ചെയ്യും വേണം, എന്നാലേ ചെയ്യാൻ പറ്റും. അത് ഇൻ പാർട്ടോ ഇൻ ഫുള്ളോ ആയിരിക്കാം, ചില പാർഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ജോബും വെളിയിൽ നിന്ന് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നൊരു യൂസ് എന്ന് പറഞ്ഞാൽ ആർ യൂസ്ഡ് ടു സപ്പോർട്ട് ദി ഓപ്പറേഷൻ ഓഫ് ദ ലബോറട്ടറി. അവർ നമ്മുടെ ഓപ്പറേഷന്, നമ്മുടെ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് അവരുടെ നമുക്ക് എക്സ്റ്റേണൽ പ്രൊവൈഡർ ആവശ്യമുള്ളൂ. ഉദാഹരണത്തിന് ഒരു ക്രെയിൻ ആവശ്യമാണ്, ഒരു പ്രത്യേക ടെസ്റ്റ് നടത്താൻ ഒരു ക്രെയിൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഒരു ക്രെയിൻ വാങ്ങിച്ച് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്രെയിൻ ഓപ്പറേറ്ററെ ചിലപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ ടെസ്റ്റിംഗ് ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കാലിബ്രേഷൻ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ വെളിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട്, സപ്ലയേഴ്സിൻ്റെ സപ്പോർട്ട് ആവശ്യമായിരിക്കും. ഓക്കെ, 6.6.2 The laboratory shall have a procedure and retain record for. ലബോറട്ടറിക്ക് ഒരു പ്രൊസീജിയർ വേണം, അതുപോലെ തന്നെ അതിൻ്റെ റെക്കോർഡുകളെല്ലാം നമ്മൾ റീറ്റെയിൻ ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. അത് എല്ലാ സമയത്തും പല ക്ലോസിലും ഇത് കാണും. പ്രൊസീജിയർ വേണം, ഡോക്യുമെൻ്ററി പ്രൊസീജിയർ വേണം, എങ്ങനെയെല്ലാം കാണും. ഷാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് റീറ്റെയിൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഴുത്തുകുത്തുകളും കറസ്പോണ്ടൻസുകളും പേപ്പറുകളെല്ലാം നമ്മൾ ഫയലിൽ സൂക്ഷിക്കണം, കളയരുതേ എന്നർത്ഥം. ഓക്കെ, ABCD 3 സബ് ക്ലോസസ് ആണ് അതിനുള്ളത്. ഡിഫൈനിങ്, റിവ്യൂവിങ് ആൻഡ് അപ്രൂവിങ് ദ ലബോറട്ടറീസ്
റിക്വയർമെൻറ്റ്സ് ഫോർ എക്സ്റ്റേണലി പ്രൊവൈഡഡ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമുക്ക് എന്തിനെല്ലാമാണ് നമുക്ക് വെളിയിലുള്ള സപ്ലയേഴ്സിന് ആവശ്യം എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കണം നമ്മുടെ പ്രൊസീജിയറിൽ. ഡിഫൈനിങ് ദ ക്രിറ്റീരിയ ഫോർ എവാലുവേഷൻ, സെലക്ഷൻ, മോണിറ്ററിംഗ് ഓഫ് പെർഫോമൻസ് ആൻഡ് റീ എവാലുവേഷൻ ഓഫ് ദ എക്സ്റ്റേണൽ പ്രൊവൈഡർ. നമുക്ക് എന്ത് ടൈപ്പ് ഇതാണ് വേണ്ടത്, നമ്മുടെ സപ്ലയർ എന്ത് ക്വാളിഫൈഡ് ആയിരിക്കണം, ചിലപ്പോൾ കാലിബ്രേഷൻ ആണെങ്കിൽ NABL അക്രഡിറ്റഡ് ആയിരിക്കണം, ഇങ്ങനെ ചില റിക്വയർമെൻറ്റ്സ് നമുക്കുണ്ടാവും. അതിൻ്റെ ആ ക്രിറ്റീരിയ എന്നിട്ട് അവർ എവാലുവേറ്റ് ചെയ്യണം, അവർ സൂട്ടബിൾ ആണ് ഇൻ ടേംസ് ഓഫ് ഡെലിവറി, ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്, ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ എവാലുവേഷൻ ചെയ്യണം. അപ്പോൾ ഒരു സപ്ലയർ വെൻഡർ ലിസ്റ്റും വേണം, ഒരു സപ്ലയർ എവാലുവേഷനും വേണം നമുക്ക്. ഓക്കെ. Ensure that externally provided product and services conform to the laboratory's established requirements or when applicable to the relevant requirements of this document before they are used or directly provided to customer. അതായത് നമ്മൾ വാങ്ങിക്കുന്ന സർവീസോ സപ്ലയേഴ്സോ ആ പ്രൊഡക്റ്റോ സർവീസോ നമ്മുടെ ആവശ്യത്തിനും ഉതകുന്ന പോലെ ആയിരിക്കണം, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം, നമ്മുടെ പർപ്പസ്, നമ്മുടെ ടെസ്റ്റ്, നമ്മുടെ കാലിബ്രേഷൻ ഭംഗിയായി നടത്താൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സിന് സ്യൂട്ടബിൾ ആയിരിക്കണം, അത് നമ്മൾ ഉറപ്പിക്കണം. പിന്നെ ഒന്ന് ഈ 70-025 അനുസരിച്ചുമായിരിക്കണം, അത് മസ്റ്റാണ് ഓൾവേസ്. ടേക്കിംഗ് എനി ആക്ഷൻ അറൈസിംഗ് ഫ്രം എവാലുവേഷൻ, മോണിറ്ററിംഗ് ഓഫ് പെർഫോമൻസ് ആൻഡ് റീ എവാലുവേഷൻ ഓഫ് ദ എക്സ്റ്റേണൽ പ്രൊവൈഡർ. നമ്മൾ എവാലുവേഷൻ നടത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. ഉദാഹരണത്തിന് അക്രഡിറ്റഡ് കാലിബ്രേഷൻ അല്ല, നമുക്ക് NABL ലോഗോ ഇല്ലാത്ത അല്ലെങ്കിൽ അക്രഡിറ്റഡ് ബോഡി ലോഗോ ഇല്ലാത്ത റിപ്പോർട്ടാണ് അവർ തന്നിരിക്കുന്നത്, അവർക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അക്രഡിറ്റേഷൻ, ഈ വർഷം ഇല്ല. അങ്ങനെ സംഭവിക്കാമല്ലോ നമ്മുടെ സബ് കോൺട്രാക്ടർക്ക്, നമ്മൾ കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ലാബിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റീ എവാലുവേഷൻ്റെ ആവശ്യം വരുന്നത്. കഴിഞ്ഞ വർഷം ഓക്കെ ആണെങ്കിൽ ഈ വർഷം ഓക്കെ ആയിക്കോണം നിർബന്ധമില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എവാലുവേഷൻ ചെയ്യണം, സപ്ലയർ എവാലുവേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. 6.6.3 The laboratory shall communicate its requirements to external provider for. നമ്മൾ അവരോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്കതിന് മോസ്റ്റ്ലി ഈ ലാബുകൾക്കെല്ലാം അതിനായിട്ടൊരു ഇൻറ്റൻറ്റ് ഉണ്ടാവും, ഒരു പർച്ചേസ് ഇൻറ്റൻറ്റ്. അത് നമ്മൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും, നമുക്ക് എന്ത് സർവീസാണ് എന്ത് പ്രൊഡക്റ്റാണ് അവർ തരേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അവരോട് മെയിൽ അയക്കുമ്പോഴോ എന്തായാലും നമ്മുടെ സപ്ലയറോട് കൃത്യമായിട്ട് പറയണം. ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ടു ബി പ്രൊവൈഡഡ്, എന്ത് പ്രൊഡക്റ്റ് എന്ത് സർവീസാണ് നമുക്ക് തരേണ്ടത്. ദി അക്സെപ്റ്റൻസ് ക്രിറ്റീരിയ, എന്താണ് അക്സെപ്റ്റൻസ് ക്രിറ്റീരിയ നമ്മുടെ, അതായത് നമുക്ക് ISI മാർക്കുള്ള സാധനം വേണോ, അസൈ ആണെങ്കിൽ 99% ഉള്ളതോ 99.9% ഉള്ളത് വേണോ, അക്രഡിറ്റഡ് ബോഡി ഉള്ളത് വേണോ, ട്രേസബിലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രം മതിയോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അതാണ് നമ്മുടെ അക്സെപ്റ്റൻസ് ക്രിറ്റീരിയസ്. ഒരുപക്ഷെ നമ്മുടെ CMC ആയിരിക്കും, നമുക്ക് റിക്വയർഡ് CMC ആയിരിക്കാം, ഞങ്ങൾക്ക് ഇത്രയും CMC വേണം എന്നാൽ മാത്രമേ ഞങ്ങൾ അവിടെ കൊടുത്ത് കാലിബ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ CMC അവരുടെ അൺസർട്ടൈനിറ്റി നമ്മുടെ അൺസർട്ടൈനിറ്റിയെ ബാധിക്കും, നമ്മുടെ CMCയെ ബാധിക്കും പിന്നീട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ മാസ്റ്റർ ടെസ്റ്റർ ആയിരിക്കും ഇതിനുവേണ്ടി കാലിബ്രേഷൻ ചെയ്യാൻ അയക്കുന്നത്. കോമ്പീറ്റൻസ് ഇൻക്ലൂഡിങ് എനി റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഓഫ് പേഴ്സണൽ, നമ്മുടെ സാധനങ്ങൾ ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ കാലിബ്രേഷനോ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ സ്കില്ലോ ഒക്കെ ഉള്ളവർ വേണമെന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് അവരോട് പറയണം. ആക്ടിവിറ്റീസ് ദാറ്റ് ദ ലബോറട്ടറി ഓർ ഇറ്റ്സ് കസ്റ്റമർ ഇൻറ്റൻഡ് ടു പെർഫോം അറ്റ് ദ എക്സ്റ്റേണൽ പ്രൊവൈഡേഴ്സ് പ്രിമിസസ്. ചില ജോലികളുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഞങ്ങൾ തന്നെ ചെയ്യാം എന്ന് പറയുന്നവരുണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു എക്യുപ്മെൻറ്റ് വളരെ കോസ്റ്റ്ലി എക്യുപ്മെൻറ്റാണ്, ആ എക്യുപ്മെൻറ്റ് ഓപ്പറേഷൻ നിങ്ങൾ ചെയ്യേണ്ട, ഞങ്ങൾ വന്ന് ഓപ്പറേറ്റ് ചെയ്യാം, നിങ്ങളതിൻ്റെ റീഡിങ് മാത്രം എഴുതിയിട്ട് റിപ്പോർട്ട് തന്നാൽ മതി എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. കാരണം നമുക്ക് പേടിയാണ്, അവർ ആ നോബ് കൂടുതൽ തിരിച്ചിട്ട് ഒരു പക്ഷേ ഡാമേജ് ആവുമോ. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഐറ്റം അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പാക്കിങ്ങും ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്യാം എന്ന് പറയും ചിലപ്പോൾ നമ്മൾ. കാരണം നമ്മുടെ എക്യുപ്മെൻറ്റിനെ കൂടുതൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മുടെ റിക്വയർമെൻറ്റാണ്, ചില സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഇങ്ങനെ വല്ല റിക്വയർമെൻറ്റ്സ് ഉണ്ടോ, ചിലപ്പോൾ വിറ്റ്നസ് ചെയ്യേണ്ടി വരും, ടെസ്റ്റിങ്ങോ കാലിബ്രേഷനോ നമുക്ക് അവിടെ പോയി വിറ്റ്നസ് ചെയ്യണം എന്നൊരു റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇത്ര എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സപ്ലയറോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ 6.6 കഴിഞ്ഞു. അടുത്ത് പ്രോസസ് റിക്വയർമെൻറ്റ് 7th ക്ലോസ് നമ്മളത് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.